പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. നിങ്ങൾ യോനോ ആപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ SBIയുടെ ATM കാർഡ് ഈ യോനോ ആപ്പിലൂടെ താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് ടെമ്പററി ആയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പിന്നീട് ഈ കാർഡിനെ നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അങ്ങനെ ബ്ലോക്ക് ചെയ്ത ഈ കാർഡിനെ നമ്മൾ ATMൽ പോയിട്ട് ഇൻസർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതേപോലെ തന്നെ ആ കാർഡിനെ അൺബ്ലോക്ക് ചെയ്ത ശേഷം, അതായത് വീണ്ടും ആക്ടിവേഷൻ ചെയ്ത ശേഷം ATMൽ പോയിട്ട് ഇൻസർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ഈ വീഡിയോയുടെ അവസാനവും കാണിക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ATM കാർഡ് മിസ്സായിട്ടുണ്ട്. അത് വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ എവിടെയെങ്കിലുമാണ് മിസ്സായത്. പക്ഷേ അത് തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുമുണ്ട്. പക്ഷേ തിരിച്ച് കിട്ടുമ്പോഴേക്കും അത് മറ്റാരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ കാർഡ് മിസ്യൂസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് എടുക്കുമെന്നൊരു ഭയമുണ്ടായാലോ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ നമ്മൾ ആ കാർഡ് കൊടുത്തിട്ടുണ്ട്, അവർ ആ കാർഡ് മിസ്യൂസ് ചെയ്ത് ക്യാഷ് എടുക്കുമെന്ന സംശയം നമുക്ക് ഉണ്ടാവുകയാണെങ്കിലോ, അങ്ങനെ ഉണ്ടാകുമെന്നല്ല പറയുന്നത്, ചിലർക്കൊക്കെ അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ കാർഡ് നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ച് കിട്ടുന്നത് വരെ ഈ രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ കാർഡിനെ വളരെ എളുപ്പത്തിൽ അൺബ്ലോക്ക് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യോനോ ആപ്പിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രാൻസാക്ഷനുകളെ സംബന്ധിച്ച വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിലും ഓക്കെ, നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോണിൽ യോനോ ആപ്പിൻ്റെ ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതും തന്നെ ഇവിടെ MPIN ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളും MPIN ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുമല്ലോ, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ MPIN ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതും തന്നെ ഇവിടെ ഹോം സ്ക്രീൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കുറച്ച് ഓപ്ഷനുകൾ കാണുന്നുണ്ടല്ലോ. അതിൽ താഴത്തെ ആ ലൈനിൽ രണ്ടാമതായി കാണുന്ന കാർഡ്സ് എന്ന ഓപ്ഷനാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്തതും തന്നെ അടുത്ത സ്ക്രീനിൽ ഇവിടെ 3 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ മൈ ഡെബിറ്റ് കാർഡ്സ് എന്ന് കാണുന്നില്ലേ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഡെബിറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ATM കാർഡിനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്തതും തന്നെ എൻ്റെ SBI അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ATM കാർഡിൻ്റെ വിവരങ്ങളാണ് ഇവിടെ ആ നടുഭാഗത്തായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ അതിലൊന്നും ചെയ്യാനില്ല. ഇവിടെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ബ്ലോക്ക് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ 2 ഓപ്ഷനുകൾ കാണുന്നുണ്ട്. അതിൽ മുകളിലായി കാണുന്ന ടെമ്പററി ബ്ലോക്ക് കാർഡ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ എനേബിൾ ബട്ടൺ ഉണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ATM കാർഡ് ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്യണോ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും അത് അൺബ്ലോക്ക് ചെയ്യാനായിട്ട് ബാങ്കിൽ പോകേണ്ടി വരും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന് താഴെ നോ, യെസ് തുടങ്ങിയ 2 ഓപ്ഷനുകൾ ഉണ്ടല്ലോ. അതിൽ യെസ് ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. പക്ഷേ അതിൽ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു മൊബൈൽ നമ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ആ മൊബൈൽ നമ്പറാണ് നമ്മുടെ അക്കൗണ്ടുമായുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് നമ്മൾ ഈ യെസ്സിൽ പ്രസ് ചെയ്തതും തന്നെ ഒരു OTP വരുന്നതാണ്. ആ OTPയെ നമ്മൾ അടുത്തതായിട്ട് വരുന്ന സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എസ്സിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ അതിൽ പ്രസ് ചെയ്തത് തന്നെ എൻ്റെ SBI അക്കൗണ്ടുമായുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഇതവിടെ ആ SMS വന്നിട്ടുണ്ട്. അതിലൊരു OTPയും കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഇവിടെ താഴെ തന്നെ ആ SMS-ൽ തന്നെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ OTP എത്രയാണെന്ന് നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഞാനിവിടെ അത് കോപ്പി ചെയ്യുന്നു. ഇനി ആ എൻ്റർ OTP എന്ന് കാണുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ താഴെ കീബോർഡ് ഇതുപോലെ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഞാൻ ആ OTP കോപ്പി ചെയ്തത് കൊണ്ട് ഇവിടെ മുകളിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. അതിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ OTP അവിടെ എൻ്റർ ആയിട്ടുണ്ട്.
പക്ഷെ നിങ്ങൾ കോപ്പി ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ കീബോർഡിൽ ഏറ്റവും താഴെ കാണുന്ന ആ ആരോയിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ കീബോർഡ് പോയി ഇപ്പൊ ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ ആ സബ്മിറ്റിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ സബ്മിറ്റിൽ പ്രസ് ചെയ്തത് തന്നെ ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എന്റെ ATM കാർഡ് ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ആ ഓക്കെയിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, ടെമ്പററി ബ്ലോക്ക് കാർഡ് എന്നതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബട്ടൺ എനേബിൾ ആയതായിട്ട് കാണുന്നു. ഇനി ഞാൻ ബാക്ക് അടിച്ച് യോനോ ആപ്പ് ലോഗ് ഔട്ട് ചെയ്യുകയാണ്. അങ്ങനെ കാർഡ് ബ്ലോക്ക് ചെയ്ത ശേഷം ഞാൻ ആ ATM കാർഡ് ATMൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാനതിവിടെ കാണിക്കാം. ഇത് SBIയുടെ ഒരു ATM ആണ്. അപ്പം ഞാൻ ആ ബ്ലോക്ക് ചെയ്ത കാർഡ് ഇവിടെ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യുന്നു. ഞാനിവിടെ ബാലൻസ് നോക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ബാലൻസ് നോക്കാനുള്ള ഓപ്ഷനുകളൊക്കെ പ്രസ് ചെയ്ത് ഇവിടെ ATM കാർഡിൻ്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ATM കാർഡിൻ്റെ പിന്ന് ഇവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തത് തന്നെ അടുത്തതായിട്ട് അക്കൗണ്ട് ടൈപ്പ് ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ സേവിങ്സ് എന്നതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ, യുവർ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ ഡിക്ലൈൻഡ് എന്ന് കാണിച്ചിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് ബ്ലോക്ക്ഡ് കാർഡ് എന്നും കാണിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ ATM കാർഡ് ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കാർഡ് മറ്റാരെങ്കിലും കൊണ്ടുപോയിട്ട് ATMൽ ഇൻസർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അവർ ക്യാഷ് വിഡ്രോവൽ ചെയ്യാനാണെങ്കിലും ശരി, ഏതൊരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ബ്ലോക്ക്ഡ് കാർഡ് എന്നാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ട്രാൻസാക്ഷനും നടത്താൻ സാധിക്കില്ല. നിങ്ങളുടെ അക്കൗണ്ടിലെ ക്യാഷും സേഫ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ATM കാർഡ് യോനോ ആപ്പിലൂടെ താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ടത്. പക്ഷേ യോനോ ആപ്പിലൂടെ തന്നെ നമുക്ക് വീണ്ടും അത് അൺബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. കാരണം ഇപ്പോൾ വീഡിയോയിൽ തന്നെ കണ്ടുവല്ലോ, അത് ബാങ്കുമായിട്ട് തന്നെ ബന്ധപ്പെടണം. അപ്പോൾ അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അതിനായിട്ടൊരു റിക്വസ്റ്റ് ഫോം അവിടെ നൽകുന്നതാണ്. അത് വളരെ എളുപ്പത്തിൽ, ചില കാര്യങ്ങൾ മാത്രമേ അതിൽ നമ്മൾ ടിക്ക് ചെയ്ത് എഴുതി കൊടുക്കാനുള്ളൂ. അത് ചെയ്ത് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ATM കാർഡ് അവിടെ അൺബ്ലോക്ക് ചെയ്യുന്നതാണ്. അതെങ്ങനെയെന്ന് കൂടി നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഇത് SBIയുടെ കോമൺ റിക്വസ്റ്റ് ഫോമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു 46ഓളം ഓപ്ഷനുകളുണ്ട്. പക്ഷേ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം 46 ഓപ്ഷനുകളും 46 തരം റിക്വസ്റ്റുകളാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു റിക്വസ്റ്റല്ലേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഇതിലൊക്കെ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്നും നോക്കണ്ട. ആദ്യം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ ഏറ്റവും മുകളിൽ കാണുന്ന കുറച്ച് ഓപ്ഷനുകൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ ബാങ്ക് എന്ന ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ SBI ബാങ്ക് ആണല്ലോ. അപ്പോൾ അവിടെ SBI എന്ന് ഇതുപോലെ എഴുതുക. അടുത്തതായിട്ട് ബ്രാഞ്ച് ആണ്. അപ്പോൾ നിങ്ങളുടെ SBI ബ്രാഞ്ച് ഏതാണോ അതിവിടെ എഴുതുക. അപ്പം ഞാനിവിടെ ഒരു ഉദാഹരണമാണ് കേട്ടോ എഴുതുന്നത്. അപ്പം ഞാനിവിടെ ഉദാഹരണത്തിന് ഒലവക്കോട് എന്ന് എഴുതി. ഇനി അടുത്തതായിട്ട് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 21/5/2025 എന്ന് ഞാനിവിടെ എഴുതി. ഇനി അതിന് താഴെ ഫസ്റ്റ് അപ്ലിക്കൻസ് നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ATM കാർഡാണോ അൺബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്, അത് നിങ്ങളുടെ തന്നെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ATM കാർഡ് ആയിരിക്കുമല്ലോ. അല്ല നിങ്ങളുടെ വീട്ടിലെ മറ്റാരുടെയെങ്കിലും ആണെങ്കിൽ തന്നെ ആരുടെ ATM കാർഡാണോ നമ്മൾ ഇവിടെ അൺബ്ലോക്ക് ചെയ്യാൻ പോകുന്നത് അവരുടെ ആ ATM കാർഡുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്താണോ അതിവിടെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ SBI അക്കൗണ്ടിൽ എൻ്റെ പേര് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ പേര് എഴുതുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ബാങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് എന്ത് പേരാണോ അവിടെ കൊടുത്തിരിക്കുന്നത് ആ പേര് തന്നെ ഇവിടെ എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ റിക്വസ്റ്റിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അക്കൗണ്ട് നമ്പർ അവർ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് തന്നെ അവിടെ കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പേര് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ താഴെ സെക്കൻഡ് അപ്ലിക്കൻസ് നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജോയിന്റ് അക്കൗണ്ട് ഉള്ളവരെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ മറ്റേ പാർട്ട്ണറുടെ പേര് കൂടി ഇവിടെ എഴുതുക. അപ്പോൾ എൻ്റെ ജോയിന്റ് അക്കൗണ്ട് അല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇവിടെ പൂരിപ്പിക്കേണ്ടതില്ല. ഇനി അതിന് താഴെ അക്കൗണ്ട് നമ്പർ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ SBIയുടെ പാസ്ബുക്കിലുള്ള ആ 11 അക്ക അക്കൗണ്ട് നമ്പർ ഞാനിവിടെ എഴുതുന്നു. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ മൊബൈൽ നമ്പർ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇവിടെ എഴുതുക. അപ്പോൾ ഇത്ര കാര്യങ്ങളെ ഈ പേജിൽ നമ്മൾ എഴുതാനുള്ളൂ. ഇനി അടുത്ത പേജ് മറിക്കുകയാണ്. അപ്പോൾ ആ പേജ് അങ്ങോട്ട് മറിക്കുമ്പോൾ അതിൻ്റെ ഉൾവശത്ത് കാണുന്ന റൈറ്റ് സൈഡിലുള്ള 33ാമത്തെ ഓപ്ഷനാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ 33 ബ്ലോക്ക് ഓർ അൺബ്ലോക്ക് ഡെബിറ്റ് കാർഡ് നമ്പർ എന്ന ഓപ്ഷനാണത്.
അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ 33 എന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ കുഞ്ഞി ബോക്സ് കാണുന്നില്ലേ, അതിൽ ടിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ബ്ലോക്ക് അൺബ്ലോക്ക് തുടങ്ങിയ 2 ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം നമുക്ക് അൺബ്ലോക്ക് ചെയ്യുകയാണല്ലോ വേണ്ടത്. അപ്പോൾ ആ അൺബ്ലോക്ക് എന്നതിൻ്റെ മുകളിൽ കൂടി ടിക്ക് ചെയ്യുക. അപ്പം ഞാൻ 2ലും ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ അൺബ്ലോക്ക് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈനിൽ പ്രത്യേകിച്ച് എഴുതാവുന്നതാണ് കേട്ടോ, ഇതുപോലെ. ഇനി അടുത്തതായിട്ട് ATM കാർഡിൻ്റെ നമ്പർ അവിടെ എഴുതണം. ATM കാർഡിൻ്റെ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ATM കാർഡിൻ്റെ പിൻ നമ്പർ അല്ല കേട്ടോ. ATM കാർഡിൻ്റെ പുറത്ത് തന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ATM കാർഡ്. ഇതിൽ കണ്ടില്ലേ ഒരു 16 അക്ക നമ്പർ ഇതുപോലെ കാണുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നമ്പറുകൾ ഇവിടെ ബ്ലർ ചെയ്തിരിക്കുകയാണ് പ്രൈവസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ATM കാർഡിൽ ഇതുപോലെ 16 അക്ക നമ്പർ കാണാം. അത് ക്രമം തെറ്റാതെ ഇവിടെ എഴുതേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ATM കാർഡിൻ്റെ ആ 16 അക്ക നമ്പർ ഇവിടെ ക്രമം തെറ്റാതെ എഴുതിയിട്ടുണ്ട്. അത്രേ ചെയ്യാനുള്ളൂ. ഇനി ഈ ഫോമിൻ്റെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞി ബോക്സ് കാണുന്നുണ്ടല്ലോ. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ 46ഓളം റിക്വസ്റ്റ് ഓപ്ഷനുകൾ ഉണ്ടല്ലോ. അതിൽ നമ്മൾ എത്ര എണ്ണം ടിക്ക് ചെയ്തിട്ടുണ്ടോ ആ എണ്ണം എത്രയാണോ അതിവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ റിക്വസ്റ്റുകൾ നമ്മളിവിടെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 1, 2, 3 ആയിക്കോട്ടെ. ഇപ്പോൾ 3 എണ്ണം ആണെങ്കിൽ ഇവിടെ 3 എന്ന് എഴുതേണ്ടതാണ്. പക്ഷെ നമ്മളിവിടെ അൺബ്ലോക്ക് ചെയ്യാനുള്ള 33ാമത്തെ കോളം മാത്രമല്ലേ ടിക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരെണ്ണമേ ടിക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 1 എന്ന് ഇതുപോലെ എഴുതിയാൽ മതിയാകും. ഇനി അതിന് താഴെ 2-3 ബോക്സുകൾ കാണുന്നുണ്ടല്ലോ. അതിൽ ഫസ്റ്റത്തെ ബോക്സിൽ അൺബ്ലോക്ക് ചെയ്യാൻ പോകുന്ന ATM കാർഡുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ആരുടെയാണോ അവർ സൈൻ ചെയ്യേണ്ടതാണ്. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കോളം അത് ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ മറ്റേ പാർട്ട്ണർ കൂടി അവിടെ സൈൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ എൻ്റെ ജോയിന്റ് അക്കൗണ്ട് ഒന്നുമല്ല, അപ്പോൾ ഞാൻ മാത്രം സൈൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് കോളത്തിൽ സൈൻ ചെയ്യുന്നു. അപ്പോൾ ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി ഇത് നമ്മൾ ബാങ്കിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ആ ATM കാർഡ് അൺബ്ലോക്ക് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് പഴയ പോലെ ATM-ൽ പോയിട്ട് നമുക്ക് ആ ATM കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞാനിത് ബാങ്കിൽ സമർപ്പിച്ചപ്പോൾ അവർ അപ്പോൾ തന്നെ എൻ്റെ ATM കാർഡ് അൺബ്ലോക്ക് ചെയ്തു. അങ്ങനെ ബാങ്കിൽ നിന്നും അൺബ്ലോക്ക് ചെയ്ത ആ കാർഡിനെ ഞാൻ വീണ്ടും ATM-ൽ ഇൻസർട്ട് ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ ബാലൻസ് നോക്കാനുള്ള ഓപ്ഷനുകളൊക്കെ പ്രസ് ചെയ്തിട്ട് ATM കാർഡിൻ്റെ പിന്ന് ടൈപ്പ് ചെയ്യാനുള്ള സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ATM കാർഡിൻ്റെ പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അക്കൗണ്ട് ടൈപ്പ് സേവിങ്സിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്, അവൈലബിൾ ബാലൻസ് 8744 ആണെന്ന് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ കാർഡ് ഇപ്പോൾ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എനിക്ക് ഈ ട്രാൻസാക്ഷൻ നടത്താൻ സാധിച്ചത്. അപ്പോൾ ഇതേപോലെ വിഡ്രോവൽ ആയാലും മറ്റേത് ട്രാൻസാക്ഷൻ ആയാലും നമുക്ക് നമ്മുടെ ATM കാർഡ് പഴയ പോലെ തന്നെ ഇനി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ATM കാർഡ് ബ്ലോക്ക് ആൻഡ് അൺബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മുടെ ATM കാർഡ് എന്നേക്കുമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചുള്ള വീഡിയോയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ. അപ്പോൾ അതിൻ്റെ തമ്പനെയിൽ ഇപ്പോൾ സ്ക്രീനിലുണ്ട്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.